പോളിസ്റ്റൈറീൻ. പോളിസ്റ്റൈറീനെ പോളിവിനൈൽ ബെൻസീൻ എന്നും പറയാം. ഫസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ മോണോമർ സ്റ്റൈറീനാണ്. ഈ സ്റ്റൈറീന് എത്തിലീനും ബെൻസീനുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എത്തിലീനെ പാസ് ചെയ്യുക ബെൻസീൻ സൊല്യൂഷനിലേക്ക് AlCl3 കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഈഥൈൽ ബെൻസീന് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ അതിലൂടെ അയൺ ഓക്സൈഡോ മഗ്നീഷ്യം ഓക്സൈഡ് പാസ് ചെയ്യുക ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ സ്റ്റൈറീൻ ഫോം ചെയ്യും, കൂടെ ഹൈഡ്രജനും. ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള സ്റ്റൈറീനെ നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി വീണ്ടും നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. അപ്പോൾ മോണോമർ ആയിട്ടുള്ള സ്റ്റൈറീനെ റാഡിക്കൽ പോളിമറൈസേഷൻ വഴിയോ കോർഡിനേഷൻ പോളിമറൈസേഷൻ വഴിയോ കാറ്റയോണിക് അനയോണിക് പോളിമറൈസേഷൻ വഴിയോ പോളിമറൈസ് ചെയ്യാം. സസ്പെൻഷനോ ബൾക്ക് ടെക്നിക്കോ വെച്ചിട്ട് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ വഴിയാണ് ഇൻഡസ്ട്രിയലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെങ്കിൽ ബൾക്ക് മെത്തേഡാണ് സ്യൂട്ടബിൾ. ബാച്ച് പ്രോസസ്സ് ആണെങ്കിൽ സസ്പെൻഷൻ മെത്തേഡാണ് സ്യൂട്ടബിൾ. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പോളിസ്റ്റൈറിന് അറ്റാറ്റിക് വെറൈറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് അമോർഫസ് ഇൻ നേച്ചറാണ്. ദെൻ പോളിസ്റ്റൈറീനിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ലീനിയർ മോളിക്യൂളാണ്. അതുപോലെ തന്നെ അത് കെമിക്കലി ഇനേർട്ടാണ്. പിന്നെ ആസിഡ്സ്, ആൽക്കലീസ്, ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ലിറ്റിൽ ഇഫക്റ്റ്, വലിയ ഇഫക്റ്റ് ഒന്നുമില്ല. ദെൻ പോളിസ്റ്റൈറിൻ്റെ തെർമൽ ഡീപോളിമറൈസേഷൻ നമുക്ക് സ്റ്റൈറിൻ മോണോമർ തന്നെ കിട്ടുന്നുണ്ട്. കൂടെ നമ്പർ ഓഫ് ലോ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സും ഉണ്ടാവും. ദെൻ ധാരാളം ഓർഗാനിക് സോൾവെൻറ്റിന് പോളിസ്റ്റൈറിനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ കുറച്ച് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. പുവർ വെതറിങ് പ്രോപ്പർട്ടീസ് ആണ്, പിന്നെ ബ്രിട്ടിൽനെസ് ആണ്, ലോ ഹീറ്റ് ഡിസ്റ്റോഷൻ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയുള്ള ആർട്ടിക്കിൾസിനെ നമുക്ക് സ്റ്റീം വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഔട്ട്ഡോർ എക്സ്പോഷർ കോസ് യെല്ലോയിഷ് കളർ വരും. എന്നിരുന്നാലും പോളിസ്റ്റൈറിനെ ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. മോൾഡഡ് കണ്ടെയ്നേഴ്സ് ആയിട്ട് ലിഡ്സ്, ജാർസ്, ബോട്ടിൽസ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ ക്യാബിനറ്റ്, ടോയ്സ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.